Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Yeah, good afternoon. Okay, start yata. Start with prayer. Let us say and sign. Ma'am, prayer. Yeah, okay. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എന്തരളിൽ കൂടിയിരിക്കണമേ എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. Sign in. Good afternoon to all, respected teacher and my dear friends. We are sincerely grateful for your presence today, ma'am, and we look forward to an enriching and inspiring learning journey under your esteemed guidance and mentorship. Thank you, ma'am. Thought of the day: always be positive. Self-confidence is a superpower. Okay. So once again, good afternoon to all. Okay. Then how are you? How's your food? That going to go out? Fine, ma'am. Okay. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് രണ്ടും കംപ്ലീറ്റ് ചെയ്താണ്. അതേക്കുറിച്ച് ഡിസ്കഷന്റെ ആവശ്യമുണ്ടോ? Okay, very good. So let's move on. Other tense or next portion or next tense is present perfect tense. Okay. Take a notebook and write down the heading. The tense is a present perfect tense. Okay, present perfect. Present perfect എന്ന് പറയുന്നത് നമ്മൾ പ്രസന്റ് ടെൻസിൽ തന്നെ ഒരു കംപ്ലീറ്റഡ് ആയ ഒരു ആക്ഷനെ കുറിച്ച് പറയണമെങ്കിൽ ഈ ടെൻസ് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നിലവിലിപ്പോ എന്താ നമ്മൾ ക്ലാസ് കാണാം. സോ ക്ലാസ് ഇപ്പോ പ്രസന്റിൽ തന്നെ വെച്ച് കംപ്ലീറ്റ് ആവും അല്ലെ. ഇനിയിപ്പോ നിങ്ങളൊരു വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാണ്. സോ ഞാനിപ്പോ ഒരു ആക്ടിവിറ്റി പറഞ്ഞു എന്ന് വിചാരിക്കാം. നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യാണ്, അപ്പൊ കണ്ടിന്യൂസ്ലി പറയാം അല്ലെ, ഐ എം ഡൂയിങ് മൈ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഐ എം ഡൂയിങ് മൈ വർക്ക് എന്ന് പറയാം. സോ ഒരു പോയിന്റ് ഓഫ് ടൈമില് ആ വർക്ക് കംപ്ലീറ്റ് ആവും അല്ലെ. അപ്പൊ എന്താ പറയാ, വർക്ക് അത് കംപ്ലീറ്റഡ് ആയി അല്ലെങ്കിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. ഓക്കെ, ആ ടൈമില് നമുക്ക് ഈ പറയുന്ന ടെൻസ് യൂസ് ചെയ്യാം. അതായത് പ്രസന്റ് ടെൻസിൽ വെച്ച് തന്നെ കംപ്ലീറ്റ് ആകുന്ന ആക്ഷനെ കുറിച്ച് പറയണമെങ്കിൽ ഈ ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ടെൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു നിർബന്ധമില്ല കേട്ടോ, അത് വേറെ കാര്യം. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് പാസ്റ്റ് ടെൻസ് പറയാം. ഓക്കെ, അത് തന്നെ പാസ്റ്റ് ഒക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ എല്ലാ ടെൻസും പറഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചുകൂടി ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവിടെ നിൽക്കട്ടെ, ഈ കൺഫ്യൂഷൻ എല്ലാം ഞാൻ മാറ്റി തരും. ഓക്കെ, അപ്പൊ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, പ്രസന്റ് പെർഫെക്റ്റിന് ഹെഡിങ് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ എഴുതാം ചെയ്തിട്ടുണ്ട് എഴുതാം കേട്ടോ. ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നു, ചെയ്യുകയാണ്. ഇനി നെക്സ്റ്റ് ചെയ്താ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടെന്ന് മലയാളം എഴുതാം. That's why the structure is subject plus has or have less V3. Okay, subject plus has or have less V3. ഇവിടെ വേണ്ടത് V3 ഫോം ആണ്. നമ്മൾ പഠിച്ചു V3 ഫോം.
അതിൽ ഇവിടെ വേണ്ടത് V3 ഫോം ആണ്, വേർബിന്റെ തേർഡ് ഫോം ആണ് വേണ്ടത്. ഓക്കെ, ഇത് മറക്കാൻ പാടില്ല, റൂളാണ്. നമ്മള് മോസ്റ്റ്ലി അല്ല ചെയ്യേണ്ടത് എന്താണ്? ഇത്രയാണ്. സബ്ജക്ട് പ്ലസ് ഹാഡ് ഓർ ഹാവ് പ്ലസ് ഇവിടെയാണ് ഹാസും ഹാവും വരുന്നത്. ഓക്കെ, അപ്പോ ഏത് സബ്ജക്റ്റിന്റെ കൂടെ ഏതൊക്കെ യൂസ് ചെയ്യണമെന്ന് അറിയോ? സിമ്പിൾ ആണ്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവും. അതായത് ഹി ഷീ എവരിബഡിയുടെ കൂടെ ഹാസും IUVDയുടെ കൂടെ ഹാവ് ആണ്. എഴുതിക്കോളൂട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏതായാലും ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് നോട്ട്സ് എഴുതാവുന്നതാണ്. Singular subject, has is used with the singular subject and have is used with plural subjects. മാം ഒരു ഡൗട്ട് മാം, ഇവിടെ ഐ നമ്മൾ സിംഗുലർ ആണല്ലോ മാം, എന്നാലും അതിനെ പ്ലൂറൽ എന്ന് പറയും, അതോ നമ്മൾ സ്പെഷ്യൽ കേസിൽ ഐയെ മാറ്റി നിർത്തിയിട്ടാണ് പറയണം? ഐ ശരിക്കും പ്ലൂറൽ ആണോ സിംഗുലർ ആണോ? ഐ ശരിക്കും നോക്കുകയാണെങ്കിൽ സിംഗുലർ ആണ്, പക്ഷേ പ്രസന്റ് ടെൻസില് അത് ഈ പറയുന്ന പെർഫെക്റ്റ് അല്ല, സിമ്പിൾ പ്രസന്റിൽ മാത്രമാണ് ഐനെ നമ്മൾ സിംഗുലർ ആയിട്ട് കാണാം. സിമ്പിൾ പ്രസന്റിൽ മാത്രം. ഓക്കെ, അത് ബാക്കി അങ്ങോട്ട് പോകുന്നതോറും ഐ എന്തായി? പ്ലൂറലായിട്ട് മാറിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? എല്ലായിടത്തും പിന്നെ പ്ലൂറലാവും. പെർഫെക്റ്റില് കണ്ടാൽ അറിയാം ഐ പ്ലൂറലാണ്. ഐ ഹാവ് എന്നൊക്കെയാ പറയാം. അതുകൊണ്ട് സിമ്പിൾ പ്രസന്റിൽ മാത്രമാണ് എന്ത്? ഐ സിംഗുലർ ആയിട്ടിരിക്കുക. അതുപോലെ തന്നെയാണ് സിമ്പിൾ പ്രസന്റിൽ മാത്രമല്ല കേട്ടോ, സിമ്പിൾ പ്രസന്റിൽ ഐ സിംഗുലർ, ഐ പ്ലൂർ. ഞാൻ കൺഫ്യൂഷൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലല്ലേ ഐ സിംഗുലർ ആവുന്നേ? ബാക്കി എല്ലാം പ്ലൂറലാണ്. ഞാനോട് കൺഫ്യൂഷൻ ആയിട്ടോ. സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഐ പ്ലൂറൽ അല്ലേ മാം പറഞ്ഞത്? കൺഫ്യൂഷൻ ഞാൻ മിസ്റ്റേക്ക് പറ്റാലോ, ഞാനും അറിയിച്ചു പറഞ്ഞു എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോ ഐ പൊതുവെ നോക്കുകയാണെങ്കിൽ സിംഗുലർ ആണ്. ഓക്കെ, ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് ഐ പ്ലൂറലായിട്ട് കാണാം. അതെവിടേക്കാണ് പറയുന്ന? സിമ്പിൾ പ്രസന്റിലും പിന്നെ എന്താണ് പെർഫെക്റ്റിലും. ഇതൊക്കെ എന്താണ്? ഐ പ്ലൂറലാണ്. എങ്ങനെ കണക്കാക്കാം? അതുകൊണ്ടെന്ന് ചോദിച്ചാൽ ആൻസർ എനിക്ക് അറിയില്ല കേട്ടോ, എന്ന് പറയാലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഠിക്കുക. ഓക്കെ, ഇപ്പോ സിമ്പിൾ പ്രസന്റ് എടുക്കുകയാണെങ്കിൽ എന്താ പറയാ? ഐ റൈറ്റ് പ്ലൂറൽ ആയതുകൊണ്ട് പ്ലൂറൽ യൂസ് ചെയ്യും. ഓക്കെ, ദെൻ പെർഫെക്റ്റിലേക്ക് വരാണെങ്കിൽ ഐയും എങ്കിൽ പ്ലൂറലാണ്. ഐ ഹാവ്. അത് തന്നെയാണ് കണ്ടിന്യൂസിന് വരാം. കണ്ടിന്യൂസ് അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് പഠിക്കേണ്ടതാണ്. നിങ്ങൾ ഒരാളെ ഉള്ളൂ എന്ന് വിചാരിച്ച് ആ രീതിയിൽ അതിനെ സിംഗുലറൈസ് ചെയ്യാൻ നോക്കണ്ട. സബ്ജക്ട് വൈസ് പഠിക്കും. ഐ എന്ന് പറയുന്ന സബ്ജക്ട് ഏതാണ് നോക്കുക, പ്ലൂറലാണോ സിംഗുലർ ആണോ, അങ്ങനെ പഠിക്കാം. ക്ലിയർ ആയോ? ഓക്കെ, കാരണം ഐ അവിടെ പ്ലൂറലാകാൻ കാരണം എനിക്ക് തോന്നുന്നില്ല കേട്ടോ. മേ ബി ഇതുകൊണ്ടായിരിക്കാം. ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ് അല്ലെ? ഐയും ബിയും ആണ് ഫസ്റ്റ് പേഴ്സൺ വരുന്നത്. ഒരിക്കലും ഹി ഷീ ഫസ്റ്റ് പേഴ്സൺ വരാറില്ല. ഓക്കെ, അതുകൊണ്ടായിരിക്കാം അത് പ്ലൂറലായിട്ട് കാണാം. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോ പ്രസന്റ് പെർഫെക്റ്റിലേക്ക് വരാം. ആർക്കും ഡൗട്ട് വേണം കേട്ടോ. സിംഗുലർ സബ്ജക്ട് ഏതാണ്, പ്ലൂറൽ സബ്ജക്ട് ഏതാണ്, മസ്റ്റ് ആയിട്ടും പഠിക്കാം. അതില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. സിംഗുലർ സബ്ജക്ട് ഏതൊക്കെയാ? ഹി ഷീ എവരിബഡി. പ്ലൂറൽ സബ്ജക്ട് IUVD. ഓക്കെ, അപ്പോ പ്രസന്റ് ടെൻസിലേക്ക് പെർഫെക്റ്റിലേക്ക് വരാണെങ്കിൽ ഹാവ്
എന്തിന്റെ കൂടെ യൂസ് ചെയ്യാം? പ്ലൂറൽസിന്റെ കൂടെ ഹാവ് യൂസ് ചെയ്യാം. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് യൂസ് ചെയ്യാം. ഹാസ് ആണെങ്കിലോ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇത്രയും ക്ലിയർ ആയോ? നീ ഹാസോ ഹാവോ ഹാഡോ ഈ പറയുന്ന ഏത് മണൽ രൂപമാണ് വരുന്നതെങ്കിലും നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് എപ്പോഴും തേർഡ് ഫോം ആയിരിക്കണം. ആകാൻ പാടില്ല. അത് ഇമ്പോർട്ടന്റ് ആണ്. ഹാസ് ആയിക്കോട്ടെ, ഹാവ് ആയിക്കോട്ടെ, ഹാഡ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ വരുന്നുണ്ടെങ്കിൽ അതിനുശേഷം യൂസ് ചെയ്യേണ്ട വെർബ് എപ്പോഴും തേർഡ് ഫോം ആയിരിക്കണം, ഫീച്ചർ ഫോം ആയിരിക്കണം. മസ്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ? ഞാൻ എന്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നെങ്ങനെയാ പറയാം? ഞാൻ എന്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. I have completed my homework. ഞാൻ എന്ന് പറയുമ്പോ സബ്ജക്ട് ഐ ആണ്. സബ്ജക്ട് ഐ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് യൂസ് ചെയ്യണം? അവിടെ ഒരു വേറെ ഉണ്ട്, പൂർത്തിയാക്കുക. Completed. I have finished. എന്താ പൂർത്തിയാക്കിയത്? എന്റെ homework ആണ്, my homework. I have finished my homework. ക്ലിയർ ആയോ? അതായത് കറന്റ് ഇപ്പൊ കംപ്ലീറ്റ് ആയ ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് ഈ പറയുന്നത് ടെൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, മിസ് പറയണത് ബ്ലർ ആവുന്നുണ്ട്. വോയിസ് ക്ലിയർ അല്ല? അല്ല. ആണോ? എല്ലാവർക്കും തന്നെയാണോ? ഇടയ്ക്ക് മാം ബ്രേക്ക് ആവുന്നുണ്ട്. ഇപ്പൊ മിസ് പറഞ്ഞത് കുറച്ചൊക്കെ കേട്ടുള്ളൂ. ഞാൻ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് കയറി നോക്കിയാ എനിക്കപ്പോ ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ. അപ്പൊ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പ്രസന്റില് തന്നെ കംപ്ലീറ്റ് ആയെങ്കിൽ നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും വരെ ക്ലിയർ ആയി? മിസ് ഐ ഹാവ് കംപ്ലീറ്റഡ്. ബാക്കി ഞാൻ കേട്ടതില് ബ്ലറായോണ്ട് I have completed my homework or I have finished my homework. ഏത് വെർബാണ് യൂസ് ചെയ്യുന്നെങ്കിലും അതിന്റെ വിദ്രീഫം ആയിരിക്കണം നമ്മളെ യൂസ് ചെയ്യേണ്ടത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പൂർത്തിയാക്കുക ഫിനിഷ് എന്ന് പറയാം, കംപ്ലീറ്റഡ് പറയാം. സോ ഇതിന്റെയൊക്കെ എന്താണ് വിദ്രീഫം യൂസ് ചെയ്യണം, തേർഡ് ഫോം യൂസ് ചെയ്യണം. ഫിനിഷ്ഡ് ആൻഡ് കംപ്ലീറ്റഡ്. ഓക്കെ, ക്ലിയർ? ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലെ? ഓക്കെ, ഇനി ഒരു സെന്റൻസ് പറയാം. അവർ ഞാൻ പറയുന്ന മലയാളം നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ടൊന്ന് കണക്ട് ചെയ്തേ. മീൻസ് ഞാൻ പറയുന്ന മലയാളം ആ രീതിയിൽ ചിലപ്പോ ആരും പറയില്ല. കാരണം ഞാൻ ഈ ടെൻസിന് വേണ്ടി ഉണ്ടാക്കി പറയുന്നതാണ്. ഓക്കെ, അല്ലാതെ അങ്ങനത്തെ ഒരു സെന്റൻസ് ചിലപ്പോൾ ആരും പറഞ്ഞത് വരില്ല കേട്ടോ. അതാദ്യം മനസ്സിലാക്കാം. ഞാൻ നിങ്ങളുടെ ടെൻസുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റട്ടെ ആ രീതിയിൽ പറയുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ അവർ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് പറയും. They have played cricket on They have played cricket on the ground. അവർ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. they have played cricket on the ground. They have played cricket on the ground or in the ground. പറയാം. They have played. Okay, clear. Then they have played cricket in the ground. Okay, clear. Correct ആണേ. And next ഏതാ പറയാ? അവൻ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അവൻ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അവൻ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. He has went to his
Friend. He has gone He has gone friends. Oh, to his friend's home. ടെക്സ്റ്റ് ചെയ്ത് എല്ലാവരും. ഞാനിപ്പോ പറഞ്ഞത് ടെക്സ്റ്റ് ചെയ്ത് എല്ലാവരും. Text your answer. Okay. Yeah. He has gone to his friend's house. Apostrophe S ആണ് കേട്ടോ. ഫ്രണ്ടിന്റെ വീട്ടിലാണ് apostrophe S ആണ് ഫ്രണ്ട്സ് ഹൗസ്. Then he എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഈ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട verb എപ്പോഴും സിംഗുലർ ആയിരിക്കണം. അതും has ആയിരിക്കണം, not have. Okay. He has. Then we use the verb is പോകുക അല്ലെ. ഇതിന്റെ തേർഡ് ഫോം എന്താണ്? Go, went, gone ആണ്. So we can use the verb gone. Okay. Then he has gone. എങ്ങോട്ടേക്കാ? ഡെസ്റ്റിനേഷൻ ഉണ്ട് അല്ലെ. To preposition ആഡ് ചെയ്യണം. He has gone to his friend's house. Okay. Yeah, clear. Okay, clear. മനസ്സിലായപ്പോ ഇനി കുറച്ച് മലയാളം സെന്റൻസ് പറയാവേ. ആദ്യം മലയാളം സെന്റൻസ് ചെയ്തെടുക്കും, അതിനുശേഷം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. എഴുതിക്കോളൂ കേട്ടോ. ഞാൻ പലതവണ പാരീസ് സന്ദർശിച്ചിട്ടുണ്ട്. ഓക്കെ. ആൻഡ് അവൾ 3 മാസമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവൾ 3 മാസം ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് എന്ന് പറയാം. അവൾ 3 മാസം ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. അവളാണോ മാം? അവരാണോ? അവളാണ്. അവൾ ഫീമെയിൽ. അവൾ 3 മാസം ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. Just wait. ഓക്കെ, ഞങ്ങൾ ഞങ്ങളുടെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഒരു 2010 മുതൽ അവൻ ലണ്ടനിൽ താമസിച്ചിട്ടുണ്ട്. 2010 മുതൽ അവനാണേ മെയിലാണേ, അവൻ ലണ്ടനിൽ താമസിച്ചിട്ടുണ്ട്. മാം ഈ സെന്റൻസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ? അവൻ 2010 മുതൽ ലണ്ടനിൽ താമസിച്ചിട്ടുണ്ട്. അവൻ 2010 മുതൽ ലണ്ടനിൽ താമസിച്ചിട്ടുണ്ട്.
Okay. The next one. അവർ ആ മൂവി മുമ്പ് കണ്ടിട്ടുണ്ട്. അവർ ആ മൂവി മുമ്പ് കണ്ടിട്ടുണ്ട്. അവർ ആ മൂവി മുൻപ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ? ഈ ആൻസർ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യണം എന്നിട്ട് എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണേ, കാരണം പറയുമ്പോൾ എനിക്ക് ക്ലിയർ ആവുന്നില്ല. എല്ലാവരും ഒരുമിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് മനസ്സിലാവുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് അവിടെ എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം, ഒരുമിച്ച് ടൈപ്പ് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ.
ഓക്കെ, ഞാൻ ടെക്സ്റ്റ് ചെയ്യൂട്ടോ. ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ചെക്ക് ചെയ്താലോ? എന്താ പറയാ? ഞാൻ പലതവണ പാരീസ് സന്ദർശിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ സബ്ജക്റ്റ് പറഞ്ഞില്ല. ഞാൻ ഐനെ ബേസ് ചെയ്താണ് ഏത് മോഡൽ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത് നോക്കാൻ അല്ലെ. ഐ സന്ദർശിക്കുക വെർബ് അതാണ് അല്ലെ. വിസിറ്റ് ആണ്. വിസിറ്റിന്റെ തേർഡ് ഫോം വിസിറ്റർ. ഐ ഹാവ് വിസിറ്റഡ് എവിടെയാണ്? പാരീസ്. ഐ ഹാവ് വിസിറ്റഡ് പാരീസ് പലതവണ. എന്താണ് ഈ പലതവണ? Many times. മെനി ടൈംസ് ഒരുപാട് തവണ. പലതവണ Several times. സെവറൽ ടൈംസ്. ഇവിടെ നമുക്ക് പ്രിപ്പോസിഷൻ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഐ ഹാവ് വിസിറ്റഡ് പാരീസ് സെവറൽ. അത്രയും പ്രിപ്പോസിഷൻ ഒന്നും വേണ്ട. ഐ ഹാവ് മാം ഇതിനകത്ത് സെവറൽ ടൈംസും മെനി ടൈംസ് അത് പല തവണ അല്ല അതിന്റെ അർത്ഥം വരുന്നത്. മെനി മീൻസ് സെവറൽ, മെനി മീൻസ് പല മൾട്ടിപ്പിൾ ടൈംസ്, സെവറൽ മീൻസും മൾട്ടിപ്പിൾ ടൈംസ്. അപ്പൊ നമുക്ക് ഈ രണ്ട് വേർഡ് ഏതായാലും യൂസ് ചെയ്യാലോ. ഏതായാലും യൂസ് ചെയ്യാം. ഓക്കെ മാം. അതുകൂടാതെ മാം ഈ ഐ ഹാവ് തന്നെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ? അത് ഐ ഹാഡ് വിസിറ്റഡ് പാരീസ് മെനി ടൈംസ് അങ്ങനെയും പറയാം. ഐ ഹാഡ് അതുപോലെ ഫാസ്റ്റ് ആയിട്ട് ബിക്കോസ് നമ്മള് നേരത്തെ ഓൾറെഡി ചെയ്തിട്ടുള്ള കാര്യമല്ലോ. ഓൾറെഡി ചെയ്തിട്ടുള്ള കാര്യമാണ്, പക്ഷെ പാസ്റ്റ് ടെൻസ് ആണ്. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരുന്ന പ്രസന്റ് പെർഫെക്റ്റ് ആണ്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹാവ് ആണ്. അല്ലാതെ പറയുമ്പോഴാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പാസ്റ്റ് ടെൻസും ഒക്കെ യൂസ് ചെയ്യാം. തെറ്റൊന്നുമില്ല. ഞാൻ മിസ്റ്റേക്ക് ഒന്നും പറയുന്നില്ല. ഞാൻ പഠിച്ചത് ബേസ് ചെയ്ത് പറയുമ്പോൾ യൂസ് ചെയ്യേണ്ടത് ഹാവ് ആണെന്ന് മാത്രം. അല്ലാതെ ഇപ്പൊ എല്ലാ ടെൻസും പഠിച്ച ഒരാൾക്ക് നമുക്ക് അവിടെ ഹാഡ് യൂസ് ചെയ്യുന്നതുകൊണ്ടും അല്ലെങ്കിൽ വേറെ ടെൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ടും മിസ്റ്റേക്സ് ഒന്നുമില്ല. ഓക്കെ, ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസ് എടുത്തപ്പോ ഞാൻ പറഞ്ഞു ഫ്യൂച്ചർ ടെൻസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും.
ഫ്യൂച്ചറിലെ കാര്യങ്ങൾ നമുക്ക് പ്രസന്റ് ടെൻസിൽ ഈ പറയുന്ന കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അല്ലെ. ഐ എം ഗോയിങ് ടു ദുബായ് ടുമോറോ എന്ന് പറയാം. ടുമോറോ ഐ എം ഗോയിങ് ടു ദുബായ്. ഓക്കെ, അത് ഫ്യൂച്ചർ ആണെങ്കിൽ പോലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു പ്രസന്റ് പെർഫെക്റ്റ് കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പോലും നമുക്ക് പ്രസന്റ് ടെൻസിൽ ഇങ്ങനെ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ എല്ലാ ടെൻസും പഠിച്ച ഒരാൾക്ക് നമുക്ക് ഇതെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഈസിയാണ്. ആയോ? അതുകൊണ്ട് സുബി ഹാഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളത് വേറെ രീതിയിലൊന്നും എടുക്കണ്ട കേട്ടോ. അത് നിങ്ങൾക്ക് ടെൻസ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവും എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഏതൊക്കെ ടെൻസ് ആണ് നമ്മുടെ ലൈഫിൽ മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? കാരണം സുബിക്ക് ഓൾറെഡി ഇംഗ്ലീഷ് അറിയാം. ഓക്കെ, പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് മലയാളമാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഇപ്പൊ എന്തെങ്കിലും പറയുമ്പോഴും സുബി ആ രീതിയിൽ ടെക്സ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ബാക്കി എല്ലാവരും കൂടി പറയുന്നതാണ്, നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കൺഫ്യൂഷൻ ആകണ്ട. ഇതെല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് എല്ലാ ടെൻസ് പഠിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞിരുന്നായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോ ഐ ഹാവ് വിസിറ്റഡ് പാരീസ് സെവറൽ ടൈംസ്. ക്ലിയർ? ഐയുടെ കൂടെ നമ്മൾ ഹാവ് യൂസ് ചെയ്തു. Then അവൾ 3 മാസം ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഷീയുടെ കൂടെ യൂസ് ചെയ്യുന്നത് ഹാസ് ആണ്. ഷീ ഹാസ് പഠിക്കുക, സ്റ്റഡീഡ് പറയാം, ലേൺഡ് പറയാം, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഷീ ഹാസ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. പ്രിപ്പോസിഷൻ വേണം അല്ലെ. എത്ര മാസമാണ്? 3 മാസം. For 3 months. She has studied English for 3 months. Clear? മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരരുത് കേട്ടോ. ഓക്കെ, കാരണം നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോ ചെയ്തിട്ടുണ്ട് എന്ന് പറയാറുണ്ട്, ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും പറയാറുണ്ട്. അത് ഏത് ടെൻസ് ആണ് നമുക്കറിയാലോ അല്ലെ. ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് പാസ്റ്റ് ആണ്. അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഷുവർലി അത് പാസ്റ്റ് ആണ്. മനസ്സിലായോ? ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എന്റെ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ പോലും അത് ആ ടൈമിൽ സംഭവിച്ചൊരു കാര്യമല്ലേ. അതാണ് ആ ചെയ്തിട്ടുണ്ട് എന്നതിന്റെ മീനിങ്. ഓക്കെ, പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് എന്താണ്? കുറച്ചുകൂടെ അത് കഴിഞ്ഞു അല്ലെ. അത് പാസ്റ്റ് ആണ്, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. മലയാളത്തിൽ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുണ്ട് വേറെ, ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ. ഓക്കെ, അപ്പൊ ചെയ്തിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, അത് ഞാൻ പറഞ്ഞുതരാം, പഠിപ്പിച്ചുതരാം. ഇപ്പൊ ചെയ്തിട്ടുണ്ട്, മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? ഇപ്പോ സംഭവിച്ച് കഴിഞ്ഞൊരു കാര്യമാണ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും വിതൗട്ട് എനി ഡൗട്ട്. ഓക്കെ, അപ്പോ അവൾ ഇംഗ്ലീഷ് 3 മാസം പഠിച്ചിട്ടുണ്ട്. ഷി ഹാസ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ഫോർ 3 months. Then ഞങ്ങൾ ഞങ്ങളുടെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് ഫിനിഷ്ഡ് അവർ ഹോംവർക്ക്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു വർക്ക് തന്നു. ഇപ്പൊ ഈ ഒരു വർക്ക് തന്നു, ഞാൻ ചോദിക്കുകയാണ് അത് കംപ്ലീറ്റ് ആയോ? നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പറയാം യെസ് ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ വർക്ക് എന്ന് പറയാം. അല്ലാതെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാൻ പറ്റും? ഐ ഫിനിഷ്ഡ് മൈ വർക്ക് എന്നും പറയാലോ. 2 രീതിയിലും പറയാൻ പറ്റും. രണ്ടാമത്തെ ആൻസർ ഒന്ന് പറയോ? She has studied English for 3 months. അത് ഇംഗ്ലീഷ് 4 ആണ്. 4 ആണ്. She has studied English for 3 months. Okay. മാം, മൂന്നാമത്തെ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ലേ? We have done our homework. Clear ആയോ? ഞങ്ങൾ ഞങ്ങളുടെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫിനിഷ്ഡിന് പകരം ഡൺ എന്ന് യൂസ് ചെയ്തൂടെ? വി ഹാവ് ഡൺ അവർ ഹോംവർക്ക്. യൂസ് ചെയ്യാലോ, പല രീതിയിൽ യൂസ് ചെയ്യാലോ. ഓരോ മലയാളത്തിന് പല രീതിയിൽ
മീനിങ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു കംപ്ലീറ്റഡ്, ഡൺ, അതുപോലെ തന്നെ ഫിനിഷ്ഡ്, ഇങ്ങനെയാണ് യൂസ് ചെയ്യാം. സ്റ്റഡി ആകുമ്പോൾ ലേൺ പറയാം, സ്റ്റഡി പറയാം, എല്ലാം യൂസ് ചെയ്യാം കേട്ടോ. യൂസ് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ യൂസ് ചെയ്യേണ്ടത് തേർഡ് ഫോം ആയിരിക്കണം, അത് മസ്റ്റാണ്. അവിടെ കൊണ്ടുപോയിട്ട് V1 ഉം V2 ആഡ് ചെയ്തിട്ട് തെറ്റാണ്, ഗ്രാമർലി മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പോ the first one I have visited Paris several times, and next one, he has studied or learned English for 3 months, and the third one is we have finished or completed or done our homework. Okay, next one, അവൻ ലണ്ടനിൽ 2019 താമസിച്ചിട്ടുണ്ട്. He has lived, താമസിക്കുക, ജീവിച്ചിരിക്കുക, താമസിക്കുക എന്നൊക്കെ ഏകദേശം ഒരു മീനിങ്ങിലാട്ടോ പറയാ. സ്റ്റേ ഉദ്ദേശിച്ച് കറക്റ്റ് ആണ്, അത് സ്റ്റേ വ്യത്യാസം ഉണ്ടല്ലോ അല്ലെ. ലീവ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. He has lived in London. അച്ചല്ലട്ട, ഇന്നാണ്, ലണ്ടനിലാണ്, ഇന്നാണ്. He has lived in London since 2010. He has lived in London 2010. Okay, then അവർ ആ മൂവി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. They have watched or seen, പറയാട്ടോ. They have watched that movie. ആ മൂവിയാണ് കേട്ടോ. That movie before, മുൻപ് കണ്ടിട്ടുണ്ട്. They have watched that movie before. Okay, എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് വന്ന മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. ഞാൻ കുറെ ചെക്ക് ചെയ്താണ്, ചെറിയ മിസ്റ്റേക്സ് എല്ലാവരും സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്, നല്ല ഓക്കെയാണ്, മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക്. ഇനി എന്താ ചെയ്യണ്ടേ? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. He has lived ആണോ live ആണോ? ലിവ്ഡ് ആണ്, V3 ഫോം ആണ് ലിവ്ഡ്. പഠിക്കാട്ടോ, ഹാസ്, ഹാവ്, ഹാഡ്, ഇതിന് 3ന് ശേഷവും V3 ആണ് വരേണ്ടത്. V3 മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, റൂളാണ്. Don't forget. മാം പറഞ്ഞ സെന്റൻസ് അവൻ അവിടെ ലണ്ടനിൽ 2010 തൊട്ട് താമസിക്കുവാണെന്നല്ലേ? മീൻസ് ഹീ ഈസ് സ്റ്റേയിങ് നോ? നമ്മുടെ പ്രസന്റ് അത് കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യല്ലേ? No. താമസിച്ചിട്ടുണ്ട്. സുബയ്ക്ക് മലയാളം അറിയാത്തത് ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട്. അതാണ് ഞാൻ എന്താ പറയാ, മലയാളവും കൂടെ ഞാൻ പഠിപ്പിക്കണമല്ലോ. ഇപ്പോ ഇത്രയും വിചാരിക്കാട്ടോ സുബി. അല്ല മാം, ആ സെന്റൻസ് ഒന്നുകൂടെ ഒന്ന് പറയുവാണെങ്കിൽ കുറച്ച് ക്ലിയർ ആകും എനിക്ക്. മലയാളത്തിൽ പറഞ്ഞ സെന്റൻസ്. അവൻ 2019 ലണ്ടനിൽ താമസിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറയുന്ന മലയാളം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ യൂസ് ചെയ്യാതായിരിക്കാം. കാരണം ഞാൻ ആ ടെൻസിന് വേണ്ടി തിരിച്ചും മറിച്ചൊക്കെ പറയുന്നതാണ്. കാരണം ആ ടെൻസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? ചിന്തിക്കുകയാണെങ്കിലോ അയ്യോ മുതല് അങ്ങനെയാണല്ലോ, അവൻ മുതൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഞാൻ ഈ ടെൻസിന് വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പൊ 2010 മുതൽ അവൻ താമസിച്ചിട്ടുണ്ട്. അതിനർത്ഥം അവള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ്. ആ മുതൽ എന്ന് പ്രപ്പോസിഷൻ നിങ്ങൾ ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതെല്ലാം പഠിച്ചതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണ്ടേ അല്ലേ? അതിനു വേണ്ടി മാത്രം. അതുകൊണ്ട് ഞാൻ പറയുന്ന മലയാളം നിങ്ങൾ വേറെ ഇതൊന്നും കാണണ്ട. ചിലത് പൊട്ടത്തിട്ടായിരിക്കും, പക്ഷെ ഞാൻ ടെൻസിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ പറയും. ഓക്കെ, പിന്നെ ഒരു കാര്യം, നമ്മൾ പഠിക്കുന്ന ടെൻസിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ മലയാളം സെന്റൻസ് പറയുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങൾ ഇപ്പോ വേറെ ടെൻസ് ഒന്നും അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോ പഠിപ്പിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ആ പ്രസന്റ് പെർഫെക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ മലയാളം സെന്റൻസ് പറയുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് മാത്രം നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. വേറെ ടെൻസിലേക്ക് ഒന്നും പോകണ്ട. വേറെ ടെൻസിലേക്ക് പോകണമെങ്കിൽ ഞാൻ എല്ലാ ടെൻസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പറയുമ്പോൾ വേറെ ടെൻസ് ഒക്കെ ആഡ് ചെയ്യും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഞങ്ങൾക്ക് വേണ്ടി മലയാളം വേർഡ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായി. അതാണ് സത്യം. ചിലപ്പോ ഞാൻ തന്നെ വിചാരിക്കും
പൊട്ടത്തരമൊക്കെയാണ് ഞാൻ വിളിച്ച പോലെ ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷെ അത് നിങ്ങളൊന്ന് ഇതിലേക്ക് വരണ്ടേ, നിങ്ങൾ ചിന്തിച്ച് ഓക്കെ ഈ ടെൻസ് ഇങ്ങനെ യൂസ് ചെയ്യണം, അത് യൂസ് ചെയ്യണം, അതിന് വേണ്ടിയാ. നാച്ചുറൽ ആയിട്ട് യൂസ് ചെയ്യണല്ല മിസ്. ഇപ്പം നമുക്ക് ഇത് പഠിക്കാൻ എവിടെ എന്ത് യൂസ് ചെയ്യണം അത് ഇത് പറയുമ്പോ ക്ലിയർ ആവും. അല്ലാണ്ട് ഇപ്പം മിസ് മറ്റത് പറയുമ്പോ ഒന്നും ക്ലിയർ ആവത്തില്ല ഞങ്ങൾക്ക്. അതിന്റെ പഠിപ്പിക്കുന്ന രീതി ഗ്രാമറിന്റെ ഇതിൽ പോകുമ്പോ ചിലപ്പം ക്ലിയർ ആവില്ല, ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല. ഇങ്ങനെയും കൂടി പറയുമ്പോഴാണ് ക്ലിയർ ആവണത്. അതായത് ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഒരു വേർഡിനെ ഫോളോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഈ ടെൻസ് എവിടെ യൂസ് ചെയ്യാൻ പറ്റും, ഏകദേശം ഐഡിയ എല്ലാവർക്കും കിട്ടിയോ? മാത്രം മതി. ഓക്കെ. ഇനിയിപ്പോ നമ്മുടെ യൂസ് ചെയ്ത പോലെ നമ്മൾ പഠിച്ചത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ആകാം, സെന്റൻസ് ആകാം, പോസിറ്റീവ് ആണ്. ഓക്കെ, നെഗറ്റീവ് ഒന്നും വന്നിട്ടില്ല, പോസിറ്റീവ് ആണ്. ഇത് നെഗറ്റീവ് ആക്കണം. എങ്ങനെ നെഗറ്റീവ് ആക്കാം? നോട്ട് ആഡ് ചെയ്തോളണം അല്ലെ? എവിടെ നോട്ട് ആഡ് ചെയ്യണം? നോട്ടോ നെവറോ എങ്ങനെ എന്ത് നെഗറ്റീവ് വന്നാൽ മതി അവിടെ. നെവർ ആകാം, നോട്ട് ആകാം, എന്തോ ആകാം. ഓക്കെ, അപ്പോ I have visited Paris several times or many times. Negatives എങ്ങനെയാ പറയാ? I not have. I have not visited I have not visited. haven't, hasn't. Yeah, haven't പറയാം. Have not ന്റെ ഷോർട്ട് ആണ് ട്ടോ haven't. Has not ന്റെ ഷോർട്ട് hasn't. അപ്പൊ ഷോർട്ട് പറയാൻ ശ്രമിക്കുക എല്ലാവരും കേട്ടോ. I haven't visited Paris several times. ഓക്കെ, അവിടെ V3 ഫോം തന്നെ യൂസ് ചെയ്യണം കേട്ടോ. haven't visited ആണ്. ഓക്കെ, then next sentence അപ്പൊ അവിടെ സന്ദർശിച്ചിട്ടില്ലല്ലോ, എനിക്ക് ആഗ്രഹമുണ്ടെന്നല്ലേ. അല്ല, പല പ്രാവശ്യം വിസിറ്റ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ആ വേർഡിന്റെ ആ സെന്റൻസ് മീൻസ് ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ട് അല്ലേ, പക്ഷെ കുറെ പ്രാവശ്യം ചെയ്തിട്ടില്ല. അപ്പൊ സെവറൽ വേണ്ടേ മിസ് അവിടെ? പിന്നെ വേണ്ടേ? തന്നെ നമുക്ക് നെഗറ്റീവ് ആക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോ I haven't visited Paris several times. ഇനി നെക്സ്റ്റ്, she has studied English for 3 months. 3 മാസത്തോളം ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല. She hasn't studied English for 3 months. Yeah, she hasn't. Hasn't haven't ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, നെഗറ്റീവ് എന്താ വരാ? haven't and hasn't. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? ക്വസ്റ്റ്യൻ ചോദിക്കണം. എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക? ഹാവ് ഐ വേണ്ട കേട്ടോ, ഹാവ് യു. Had you Have visited you Paris? visited Paris several times? Yeah, have you visited? Have you? And second one? Has she studied English for 3 months? Yeah, has she? Have you? Has she? Has he? Has it? എന്നൊക്കെ പറയാം. Have ആണെങ്കിൽ have you? Have they? എന്നൊക്കെ പറയാം. ഓക്കെ, അതാണ് എന്ത്? പോസിറ്റീവ് ക്വസ്റ്റ്യൻ. നെഗറ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? haven't they, hasn't she. Yeah, haven't they? Haven't you? Hasn't she? Hasn't he? ഇതൊക്കെയാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? നെഗറ്റീവ്സും പോസിറ്റീവ്സും ക്ലിയർ ആയോ? പോസിറ്റീവ് ഒന്നുകൂടി പറയുമോ? ഹാഡിന്റെ സ്ഥലത്തിൽ മാത്രം ഉപയോഗിക്കാനായിട്ടാണ് മാം പറയുന്നത്. ഇതോ മീൻസ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇപ്പം ആസ് എൻ എക്സാമ്പിൾ ഷീ ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ഫോർ 3 months. സോ അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും ഡിഡ് ഷീ സ്റ്റഡീഡ് ഡിഡ് ഷീ ലേൺ ഇംഗ്ലീഷ് ഫോർ 3 months. അങ്ങനെ ഡിഡ് വേർഡ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ലേ എന്നാണോ? മീൻസ് അവള് ചെയ്തിട്ടുണ്ടോ അങ്ങനെ നമുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം, ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാം, ചെയ്തോ എന്ന് ചോദിക്കാം. സുബി, നമ്മൾ മലയാളത്തില് ഒരുപാട് പല രീതിയിൽ നമ്മൾ ചോദിക്കാറുണ്ട്, പല രീതിയിൽ. അപ്പൊ അത് തന്നെ സെയിം നമുക്ക് ഇംഗ്ലീഷിലും ചോദിക്കാൻ പറ്റും. നീ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാം, നീ ചെയ്തോ,
നീ ചെയ്തില്ലേ? നീ ചെയ്തിട്ടുണ്ടോ? നീ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ, നീ പിന്നെ എങ്ങനെയാണ് നീ ചെയ്യുന്നുണ്ടോ, ചെയ്യാറുണ്ടോ, ചെയ്തോ? പല രീതിയിലും ചോദിക്കാം. അപ്പൊ അവിടെയും നമ്മുടെ ഇംഗ്ലീഷിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ സംസാരിച്ച് പാസ്റ്റ് ആണ് കേട്ടോ. പക്ഷെ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസന്റ് ആണ്. അങ്ങനെയും ഒരു കാര്യമുണ്ട്. കാരണം ഞാനൊരു കാര്യം പറയട്ടെ, ഡയറക്ട്ലി പറയാണ്. സുബിക്ക് അത്യാവശ്യം ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, അപ്പൊ സുബിക്ക് ഇപ്പോൾ ഡിഡ്, ഹാഡ് ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഞാനിപ്പോ ഇതിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടും സുബിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം സുബിക്ക് ഓൾറെഡി ഇംഗ്ലീഷ് അറിയാം. പക്ഷെ സുബിയുടെ ഈ ചോദ്യം കൊണ്ട് ബാക്കി എല്ലാവർക്കും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അഗ്രി ചെയ്യുന്നുണ്ടോ നിങ്ങള്? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ഇവര് ബിഗിനേഴ്സ് ആണ്. ഈ ബിഗിനേഴ്സിന്റെ ഇടയിൽ നമ്മളിങ്ങനെ പറയുമ്പോ അവര് ഒരുമാതിരി എങ്ങനെയോ പഠിച്ചു വരുന്നതാണ് കേട്ടോ. അതിനിടയിൽ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ പറയുമ്പോ അതിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോ അവര് വീണ്ടും കൺഫ്യൂസ്ഡ് ആകാ ചെയ്യാം. അയ്യോ അങ്ങനെ പറ്റുമോ, ഇങ്ങനെയാണോ, സുബി പറഞ്ഞ ശരിയാണോ, അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നൊക്കെ ഇവരുടെ ഉള്ളിൽ കുറെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് ചെറിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ശരിയാണ്, നിങ്ങൾ അഗ്രി ചെയ്യുന്ന കണ്ടപ്പോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഓക്കെ ആണോ? അങ്ങനെയല്ല മാം അവരെ പറയുമ്പോൾ അപ്പൊ ഞാനും കൺഫ്യൂസ് ആക്കുന്നത് ഇത് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ എന്നെ തന്നെ ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് ഞാൻ എന്റെ പാർട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ചോദിക്കുന്നത്. വേറെ ഒന്നും അവരെ കൺഫ്യൂസ് ആക്കാനല്ല. പക്ഷെ ഞാൻ പഠിച്ചിരിക്കുന്ന സാധനം തെറ്റായി പോകാതിരിക്കുന്നു. ഇതിപ്പോ സംഭവം എന്താണെന്നറിയോ, ഇവിടെ ഞങ്ങൾക്ക് മലയാളം നന്നായിട്ട് അറിയാം, ഇംഗ്ലീഷ് അറിയില്ല. പക്ഷെ സുബിക്ക് നേരെ തിരിച്ചാണ്. സുബിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം, മലയാളം അറിയില്ല. ഇതിന് രണ്ടിന്റെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ മലയാളത്തില് ഒരുപാട് കാര്യങ്ങൾ പറയും, അത് സുബിക്ക് അറിയില്ല. അത് ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. സുബി ചോദിച്ചതിൽ തെറ്റൊന്നുമില്ല കേട്ടാ, അങ്ങനെയും പറയാം. അത് മലയാളത്തിന്റെ കുഴപ്പമാണ്. ഇനിയിപ്പോ ഞാൻ എന്താ പറയാ, ഇംഗ്ലീഷിന്റെ കുഴപ്പമില്ല, മലയാളത്തിന്റെ കുഴപ്പമാണ്. ഓക്കെ, അല്ല സുബി ഇപ്പൊ ഒരാള് പഠിക്കുന്ന ടെൻസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ പോവുക, അതാണ് ബെറ്റർ. പല ചോയ്സസ് ചോദിക്കുമ്പോ ടോപ്പിക് ഒന്ന് പോവും, പുറത്തു പോകും, അതാ പ്രശ്നം. അതായത് സുബിക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന സംഭവം സുബിക്ക് മനസ്സിലാവുന്നില്ല, അതാണ് സത്യം. നമ്മളതെങ്ങനെ പറഞ്ഞു കൊടുക്കാം? മലയാളം ചെയ്തിട്ടുണ്ട്, ഞാൻ അതാ ആലോചിക്കുന്നത്. മലയാളം എങ്ങനെ പറഞ്ഞു കൊടുക്കും എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. സുബി ഇംഗ്ലീഷ് പഠിച്ചതെല്ലാം കഴിഞ്ഞു പോയതല്ലേ മാം, ഫാസ്റ്റ് ആയിട്ട് വെച്ചു. ഫാസ്റ്റ് ആണ്. ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ, നമുക്ക് പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഈ പറയുന്ന പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? നിങ്ങൾക്ക് ഈ ഐ ഹാവ് ഫിനിഷ്ഡ് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഫിനിഷ്ഡ് എന്ന് പറയാൻ പറ്റും. ഐ ഫിനിഷ്ഡ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇങ്ങനെ കറങ്ങി പോകാതെ ഡയറക്റ്റ് ആയിട്ട് പറയാനും നമ്മുടെ ടെൻസിലുണ്ട്. പക്ഷെ ഈ സംഭവം നമ്മൾ പഠിക്കണ്ടേ, ഈ പെർഫെക്റ്റ് എന്താണെന്ന് കൂടെ പഠിക്കണ്ടേ, അതാണ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ പറയുന്ന പ്രസന്റ് പെർഫെക്റ്റിന് പകരം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യാം. പക്ഷെ അത് പാസ്റ്റ് ടെൻസ് എടുക്കുമ്പോൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? അതാണ്. മനസ്സിലായോ? അതാണ് സുബി ചോദിക്കുന്നത്. അങ്ങനെയും യൂസ് ചെയ്യാം, പക്ഷെ അത് സുബി എല്ലാ ടെൻസും പഠിച്ചത് കൊണ്ട് സുബിക്ക് അറിയാം. നിങ്ങൾ പക്ഷെ പഠിക്കുന്നില്ല, പഠിച്ചു വരുന്നേ ഉള്ളൂ. നിങ്ങളും പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതുവരെ ഞാൻ എത്തിയിട്ടില്ല. ഓക്കെ, അതെ, ഇപ്പൊ കഴിഞ്ഞത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോ നിങ്ങൾക്ക് പറയാം, ആ മിസ്സേ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നും പറയാം, ആ മിസ്സേ കംപ്ലീറ്റ് ചെയ്തു എന്നും പറയാം. മലയാളത്തില് ചെയ്തിട്ടുണ്ട് മിസ്സേ, ചെയ്തു മിസ്സേ. ഈ ചെയ്തിട്ടുണ്ടെന്നും ചെയ്തു എന്നും രണ്ടും രണ്ട് രീതിയിലാണ് മലയാളത്തിൽ പറയുന്നതും ഇംഗ്ലീഷിൽ പറയുന്നതും. ഇപ്പൊ മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. നമ്മുടെ മലയാളത്തിലും ടെൻസ് ഉണ്ട്, ഇംഗ്ലീഷിലും ടെൻസ് ഉണ്ട്. മലയാളത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സെയിം ആയിട്ട് ഇംഗ്ലീഷിലും പറയാൻ പറ്റും. ഓക്കെ, ഞാനത് ചെയ്തിട്ടുണ്ട്, ഐ ഹാവ് ഫിനിഷ്ഡ്, അല്ലെങ്കിൽ ഐ ഹാവ് ഡൺ, ഞാനത് ചെയ്തിട്ടുണ്ട്, അത് ഓക്കെ. ഇനി ഞാനത് ചെയ്തു, ഐ ഡിഡ് എന്ന് പറയാം, ഐ ഡിഡ്. ഓക്കെ, അല്ലെങ്കിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്തു, ഞാനത് പൂർത്തിയാക്കി എന്ന് പറയുമ്പോ ഐ ഫിനിഷ്ഡ്.
അങ്ങനെയും പറയാം. ഐ കംപ്ലീറ്റഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഐ ഹാവ് കംപ്ലീറ്റഡ് എന്ന് പറയാം. ഓക്കെ, ചെയ്തു ആൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ട് മലയാളം ഡിഫറെന്റ് ആണോ? പക്ഷെ കിട്ടുന്ന ആ ഒരു ഐഡിയ സെയിം ആണോ? ആലോചിച്ച് നോക്കിയ നിങ്ങള്. ചെയ്തിട്ടുണ്ടെന്നും ചെയ്തു എന്നും പറയുന്ന മലയാളം ഡിഫറെന്റ് ആണെങ്കിലും ഒരു കംപ്ലീറ്റഡ് പ്രോസസ് ആണ് അല്ലെ? അല്ലെങ്കിൽ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആയതാണ്. ഐഡിയ സെയിം ആണ്. രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിൽ. രണ്ട് രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ പോലും ഐഡിയ സെയിം ആണ്. ആ കൺസെപ്റ്റ് സെയിം ആണ്. മാം ഇപ്പൊ നമ്മളിപ്പോ എസ്റ്റർഡേ കഴിഞ്ഞ കാര്യം നമുക്ക് ഐ ഹാവ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞത് നോ, ഒരിക്കലും പറയാൻ പറ്റില്ല. ഇല്ലല്ലേ മാം? ഓക്കെ, അതാണ് വ്യത്യാസം. മനസ്സിലായത്? അതാണ് വ്യത്യാസം. എസ്റ്റർഡേ കഴിഞ്ഞു പോയ ആ ഒരു ദിവസം മുന്നേ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ഈ പറയുന്ന യൂസ് ചെയ്യാൻ പാടില്ല. തൊട്ട് മുന്നേ കഴിഞ്ഞു. ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളിപ്പോ ലഞ്ച് കഴിച്ചോ എന്ന് ചോദിക്കണമെങ്കിൽ എനിക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാം. ഹാവ് യു ഹാഡ് യുവർ ലഞ്ച് എന്നാ ഞാൻ ചോദിക്കും. ലഞ്ച് കഴിച്ചോ? ഹാവ് യു ഹാഡ് യുവർ ഹാഡ് ലഞ്ച്. ഇവിടെ ഹാഡ് യൂസ് ചെയ്ത് എന്താ? കഴിച്ചോ. അവിടെ നമുക്ക് പകരം ഈറ്റൺ യൂസ് ചെയ്യാം. ഹാവ് യു ഈറ്റൺ യുവർ ലഞ്ച് എന്ന് ചോദിക്കാം. കാരണം ലഞ്ച് ടൈം ആണിത് അല്ലെ? ലഞ്ച് ടൈമിലാണ്, ആ പർട്ടിക്കുലർ ടൈമിലാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ ഞാനിപ്പോ ചോദിക്കാണ്, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കാൻ പറ്റും. അവിടെ ഹാവ് ഒന്നും ചോദിക്കാൻ പാടില്ല. കാരണം കഴിഞ്ഞു, രാവിലത്തെ സംഭവമാണത്. അപ്പൊ നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാൻ പാടില്ല. അല്ല മിസ്, ഇപ്പൊ നമ്മുടെ എക്സാമ്പിളിൽ അപ്പൊ ഫോർ 3 months സിൻസ് 2010 ഒക്കെ കൊടുത്തില്ലേ? അപ്പൊ അതെങ്ങനെയാ ശരിയാവുക? അതാണ് ഞാൻ പറഞ്ഞത്. ടെൻസിന് വേണ്ടി ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട്, പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നില്ലേ? ഈ ടെൻസ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് എക്സാമ്പിൾസ് പറയുന്നത് കേട്ടോ. എപ്പോഴും അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യമേ ഞാൻ പറഞ്ഞു ഇപ്പോ കഴിഞ്ഞൊരു പ്രോസസ്സിനെ കുറിച്ചാണ് ഈ ടെൻസിൽ പറയേണ്ടത്. അതാണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. പ്രസന്റ് ആണ്. പിന്നെ പറയുന്നതെല്ലാം എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? പിന്നെ മലയാളത്തിലാണെങ്കിൽ ചെയ്തിട്ടുണ്ട്, പൂർത്തിയാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. പൂർത്തിയാക്കിയിട്ടുണ്ട് അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അങ്ങനെ പറയുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. മലയാളം നിങ്ങൾ അങ്ങനെ പറയും, 3 മാസം ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പറയില്ല. നിങ്ങൾ എങ്ങനെ പറയാ? 3 മാസം ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു എന്നേ പറയൂ. ശരിയല്ലേ? നമ്മുടെ ഡേ ടു ലൈഫിൽ അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു, ഞാൻ 10 മാസം അല്ലെങ്കിൽ അവിടെ താമസിച്ചു, അല്ലെങ്കിൽ ഞാൻ പല തവണ ഞാൻ പാരീസിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പോയി എന്ന് പറയുള്ളൂ. പോയി എന്നേ പറയൂ. പല തവണ ഞാൻ പോയി പാരീസിൽ. ഇങ്ങനെയല്ലേ പറയൂ? ഇങ്ങനെയാണ് നമ്മൾ മലയാളമല്ല, നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ ഡേ ടു ലൈഫിൽ സംസാരിക്കുന്നത്. നിങ്ങൾ മലയാളം ഇങ്ങനെ പറയാറുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഞാനിവിടെ പോയിട്ടുണ്ടെന്ന് പറയാം. ഇപ്പൊ നടന്നൊരു കാര്യം, ഞാൻ ആ ഷോപ്പിൽ പോയിട്ടുണ്ട്, ഇപ്പൊ പോയുള്ളൂ എന്ന് പറയും അല്ലെ? അതൊക്കെയാണെങ്കിൽ ഇത് പറയും. ഈ ടെൻസ് യൂസ് ചെയ്യും. ഏകദേശം ഐഡിയ കിട്ടിയോ? ഇപ്പൊ പറഞ്ഞ് എളുപ്പത്തിൽ ഇപ്പൊ ഈസി ആയിട്ട് പറഞ്ഞു വരാണെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി നമ്മൾ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ടെൻസ് ഏതൊക്കെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? പ്രസന്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, സിമ്പിൾ ഫ്യൂച്ചർ. അത്രയൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഈ പറയുന്ന പെർഫെക്റ്റ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാറേയില്ല. ചെയ്യും, അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിനെ കുറിച്ച് ധാരണയുള്ളവർ മാത്രമാണ് ഇത് യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതെ നമുക്ക് ഈ പറയുന്ന കണ്ടിന്യൂസും പറയുന്ന സിമ്പിളും വെച്ച് നമുക്ക് എങ്ങനെയും പിടിച്ചു നിൽക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോ സുബി ഇത്രയും ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് ഇതൊക്കെ എനിക്ക് പറയേണ്ടതായിട്ട് വന്നത്. ഇതെല്ലാം ഞാൻ ടെൻസ് കഴിഞ്ഞിട്ട് പറയാലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ കൺഫ്യൂഷൻ ഒന്നും വരില്ല. ഓക്കെ, അപ്പൊ ഇതെല്ലാം പഠിക്കണം കേട്ടോ. ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അല്ലാതെ ചുമ്മാ മിസ് എന്തിനാ പിന്നെ ഇതൊക്കെ പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കരുത്. ഇതെല്ലാം അറിഞ്ഞിരിക്കണം. നമ്മള് ഈ പറയുന്ന പ്രസന്റ് പെർഫെക്റ്റ് എന്നൊക്കെ യൂസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും. കാരണം ഇപ്പൊ കഴിഞ്ഞൊരു പ്രവൃത്തി പറയണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി പാസ്റ്റ് യൂസ് ചെയ്യാം, ശരി. പക്ഷെ അതിപ്പോ കഴിഞ്ഞായിട്ട് തോന്നില്ല. മനസ്സിലായോ? അതാണ് വ്യത്യാസം. ഇപ്പൊ കഴിഞ്ഞൊരു കാര്യം ഇപ്പൊ കഴിഞ്ഞായിട്ട് തന്നെ പറയണം. അല്ലാതെ നമുക്കത് കേൾക്കുന്നവർക്ക് 2 ദിവസം മുന്നത്തെ കാര്യമാണോ എന്ന് തോന്നിയരുത്. അവിടെയാണ് ആ വ്യത്യാസം വരുന്നത്. ചെറിയൊരു കാര്യങ്ങളാണെങ്കിൽ പോലും അത്
മീനിങ് അത് കറക്റ്റ് ആ രീതിയിൽ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കൺവേ ആകില്ല, ടെൻസ് ഒന്ന് മാറിപ്പോയാൽ. ഓക്കെ, ക്ലിയർ ആയോ? എല്ലാ ടെൻസും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇപ്പൊ വന്ന കൺഫ്യൂഷൻ കാര്യമാക്കണ്ട. എല്ലാ ടെൻസും കഴിയുമ്പോൾ ഞാൻ അതെല്ലാം ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും എവിടേക്ക് ഏതൊക്കെ ടെൻസ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ ടെൻസും കഴിയുമ്പോൾ മനസ്സിലാവും. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ. അതുവരെയും വരുന്ന ഡൗട്ട്സ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കൂ, എന്നോട് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ടൈം പഠിക്കുന്നല്ലേ, ഒന്നാമത് ടഫാണ്, നിങ്ങൾ ടഫാണെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. പിന്നെ അത് ഒരുപാട് ഗ്യാപ്പിന് ശേഷം പഠിക്കുന്നുണ്ട്, അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടെല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതൊന്നും ഇപ്പൊ കാര്യമാക്കണ്ട. മനസ്സിലാവുന്നില്ല നോർത്ത് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതിരിക്കരുത്, മണ്ടത്തരാണ്. ഇത് കഴിയുമ്പോൾ ഇതെല്ലാം ക്ലിയർ ആകും. നിങ്ങൾക്ക് തന്നെ ഇംഗ്ലീഷ് നന്നായിട്ട് ഒരു സെന്റൻസ് എങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും, അത് ഉറപ്പാണ്, ഷുവറാണ്. അപ്പൊ അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക, ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക, ഇതെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, പ്രാക്ടീസ് ചെയ്യൂ കേട്ടോ, നന്നായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ തന്നേക്കുന്ന നമുക്ക് എക്സാമ്പിൾ തന്നേക്കുന്നതിനകത്ത് അത് മനസ്സിലായി, മിസ് പറഞ്ഞത് ഇപ്പൊ കഴിഞ്ഞൊരു കാര്യത്തെ കുറിച്ച് പറയുന്നതാണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്കിത് പാസ്റ്റിലായിട്ട് നമുക്ക് ഇപ്പം ഉപയോഗിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു സെന്റൻസ് കിട്ടിയാൽ പാസ്റ്റിലായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഷുവറാണ്. പാസ്റ്റിൽ എന്താ, പാസ്റ്റ് പഠിക്കുമ്പോ പറഞ്ഞാൽ പോരെ. പാസ്റ്റ് ആണ് ഏറ്റവും എളുപ്പം, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പാസ്റ്റ് പഠിക്കുമ്പോൾ മനസ്സിലാവും, ഭയങ്കര സിമ്പിളാ, ഇത്രയും കഷ്ടപ്പാടൊക്കെ. പക്ഷെ ചില സമയത്ത് നമ്മൾ ഇതിങ്ങനെ തന്നെ പറയണം, അല്ലെങ്കിൽ തെറ്റാ. എല്ലാത്തിനും എല്ലാത്തിൻ്റെതായ യൂസേജ് ഉണ്ടെന്നേ, അത് നമ്മൾ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആണ്. ഓക്കെ, പാസ്റ്റ് എടുക്കട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞോ, പാസ്റ്റും ഈ പ്രസന്റ് നമ്മൾ കമ്പയർ ചെയ്യാം, നമുക്ക് എളുപ്പമാണ്. അവിടെ പാസ്റ്റ് കൂടെ ആവട്ടെ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. കൺഫ്യൂഷനൊക്കെ ഞാൻ തീർത്തരാം കേട്ടോ. അതുകൊണ്ട് ഇത് കണക്ട് ചെയ്ത് പഠിക്കേണ്ട ഒന്നാണ്. പാസ്റ്റും പ്രസന്റും നന്നായിട്ട് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാനിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ടൈം കഴിഞ്ഞു കേട്ടോ. മിസ്, എനിക്ക് എന്താണ് പോസിറ്റീവിന്റെ അതൊന്ന് പറയണം. എനിക്ക് അത് പെട്ടെന്ന് കിട്ടിയില്ല. നെഗറ്റീവ് ഞാൻ എഴുതിയായിരുന്നു, പോസിറ്റീവ് നോട്ട് ചെയ്യാൻ പറ്റിയില്ല. അതെന്താ വെച്ചാൽ എല്ലാരും വെക്കം അറിയണവര് പറഞ്ഞപ്പം അറിയാത്തവർക്ക് കിട്ടുന്നില്ല. മനസ്സിലാവുന്നുണ്ട് കേട്ടോ, എല്ലാം ശരിയാക്കി തരാം. സെറ്റാക്കാൻ നമുക്ക് പഠിക്കാതെ പോയില്ലാരും. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാട്ടോ, ടൈമില്ല, എനിക്ക് ക്ലാസ് ഉണ്ട് ഇപ്പൊ. വേഗം സൈൻ ഔട്ട് എന്ന് പറയും. Sign out. Thank you, ma'am, for sharing your valuable knowledge and insight with us. The session was both informative and engaging, making learning a truly enjoyable experience. We sincerely appreciate your effort and look forward to growing more knowledge under your guidance. Thank you, ma'am. Thank you once again. ഓക്കെ, സോ താങ്ക് യു. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, നമുക്ക് പഠിപ്പിക്കുമ്പോ എങ്ങനെ വേണമെങ്കിലും പഠിപ്പിക്കാൻ പറ്റും കേട്ടോ. ഞാൻ എപ്പോഴും നോക്കുന്നത് പെട്ടെന്നൊക്കെ എങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്, അല്ലാതെ ഏത് രീതിയിലും പഠിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് പഠിപ്പിക്കുന്നത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക, വേറെ ഒന്നും ഇപ്പൊ ആലോചിക്കണ്ട കേട്ടോ, ഒന്നും ആലോചിക്കണ്ട, റിലാക്സ് ചെയ്യുക. ഇന്ന് നോട്ട് തുറക്കേ വേണ്ട, ഇംഗ്ലീഷ് പഠിക്കേ വേണ്ട, എടുത്തു വെച്ചോ. വന്ന കൺഫ്യൂഷനും അങ്ങനെ തന്നെ വിടാം, റിലാക്സ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. See you next class. Okay, bye. Thank you, ma'am.